അപ്പം ദേ ലൂസ് ദി ആനിമൽസ് ഇൻ ടു ദി ഫോറസ്റ്റ്. ക്ലിയർ ആയല്ലോ? ഡോണ്ട് ലൂസ് ദ റോപ്പ്. ഇപ്പൊ വടംവലി നടക്കുമ്പോ ആ വടം അങ്ങ് വിട്ട് കളഞ്ഞാൽ എന്ത് പറ്റും? ഡോണ്ട് ലൂസ് ദ റോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കയറ് വിട്ട് കളയല്ലേ എന്നാണ്. കയ്യിൽ നിന്ന് അങ്ങ് വിട്ട് കളയല്ലേ. ഡോണ്ട് ലൂസ് ദ റോപ്പ്, ഹോൾഡ് ഇറ്റ് ടൈറ്റ്, മുറുക്കി പിടിച്ചോളൂ. ഇനി ഈ ലൂസിന്റെ പാസ്റ്റ് ടെൻസ് ലൂസ്ഡ്. പക്ഷെ ഈ ലൂസ്ഡ് എന്ന് നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഒരു കർഷകനുണ്ട്, ആ കർഷകൻ അയാളുടെ പശുക്കളെയൊക്കെ തൊഴുത്തുനിന്ന് അഴിച്ച് വിട്ടു. അതെങ്ങനെ പറയും? ദ ഫാർമർ ലൂസ്ഡ് ദ കൗസ് ഫ്രം ദ ഷെഡ് എന്ന് പറയാം. ലൂസ്ഡ് ദ കൗസ്, അത് അഴിച്ചു വിട്ടു. അതിന് പകരം ഈ അവിടെ ലൂസ്ഡിന് പകരം ദ ഫാർമർ റിലീസ്ഡ് ദ കൗസ് ഫ്രം ദ ഷെഡ് എന്ന് പറയാം. ദ സോൾജേഴ്സ് ലൂസ്ഡ് ദെയർ ആരോസ്. പണ്ടത്തെ യുദ്ധത്തില് സോൾജേഴ്സ്, ഭടന്മാര് അവരുടെ ആരോസ് ഒക്കെ അവരിങ്ങനെ വിടില്ലേ. അപ്പോൾ എന്താ പറയാ? ദ സോൾജേഴ്സ് ലൂസ്ഡ് ദെയർ ആരോസ്. അവരങ്ങ് അഴിച്ചു വിട്ടു, അമ്പെയ്തു. അതിന് പകരം ദ സോൾജേഴ്സ് ഷോട്ട് ദെയർ ആരോസ് എന്ന് പറയാം. അപ്പൊ അതായിരിക്കും കൂടുതൽ എല്ലാവരും ഉപയോഗിക്കുന്നത്, ഷോട്ട് ദെയർ ആരോസ്. ഇനിയാണ് ഒരാൾ മുടി അഴിച്ചിട്ടു എന്ന് വിചാരിച്ചോളൂ. അപ്പൊ എന്തു പറയും? ഷീ ലൂസ്ഡ് ഹെർ ഹെയർ. ലൂസ്ഡ് ഹെർ ഹെയർ. ഇതിവിടെ നോട്ട് ചെയ്ത് വെക്കണേ, കാരണം ഈ വേർഡിനെ കുറിച്ച് എനിക്ക് പിന്നെ പറയാനുണ്ട്. ഷീ ലൂസ്ഡ് ഹെർ ഹെയർ എന്ന് പറഞ്ഞാൽ മുടി കെട്ടങ്ങ് അഴിച്ചു വിട്ടു. അപ്പൊ മുടി അങ്ങ് ഫുൾ അഴിച്ചിട്ടു, ഫ്രീ ആക്കി വിട്ടു എന്നർത്ഥം. ഷീ ലൂസ്ഡ് ഹെർ ഹെയർ. ഇനി അടുത്തത് V3, അതായത് ഇതിന്റെ ഒരു മൂന്നാമത്തെ ഫോം ഉണ്ടല്ലോ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും. അതും ലൂസ്ഡ് തന്നെയാണ്. ലൂസ്ഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്നത് എപ്പോഴും ഹാസ് ഹാവിന്റെ കൂടെയല്ലേ. അപ്പൊ നോക്കിക്കോളൂ, ഒരു പയ്യൻ കിളിക്കൂടെ എടുത്ത് കളിച്ച് അവൻ അവസാനം ഡോറ് തുറന്നു, ആ കിളിയെ അങ്ങ് അവൻ വിട്ടു. അപ്പൊ എന്ത് പറയും? ഇതാ ഇപ്പൊ കണ്ടോണ്ടിരിക്കുക നമ്മള്. അപ്പൊ നമ്മൾ വിളിച്ചു പറയാണ്, ഹി ഹാസ് ലൂസ്ഡ് ദ ബേർഡ്. അവൻ ആ ബേർഡിനെ അഴിച്ചു വിട്ടു, തുറന്നു വിട്ടു. അപ്പൊ അവിടെ ഈ ലൂസ്ഡ് ദ ബേർഡ് എന്ന് പറയുമ്പോൾ എന്തോ പോലെ ഇല്ലേ. അതുകൊണ്ട് അത് അങ്ങനെ കറക്റ്റ് ആണെങ്കിലും അത് ഉപയോഗിക്കാതെ അതിന് പകരം ഹി ഹാസ് റിലീസ്ഡ് ദ ബേർഡ് എന്ന് പറയും, അല്ലെങ്കിൽ ഹി ഹാസ് സെറ്റ് ദ ബേർഡ്.